ഇതിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ വ്യതിയാനപ്പെടുത്തുന്ന മരുന്നുകളാണ്. നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ചെറിയ രീതിയിൽ ട്യൂൺ ചെയ്യുന്ന മരുന്നുകളാണ്. അങ്ങനെയുള്ള മരുന്നുകൾ വരുമ്പോൾ എന്താ പ്രശ്നം? അത് അധികകാലം മോണിറ്ററിങ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും കഴിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കറക്റ്റായിട്ട് ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണ്ടി വരാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അസുഖം കൺട്രോൾ ആയെങ്കിൽ കുറച്ച് നാളുകൂടി കഴിച്ച ശേഷം പതുക്കെ മരുന്നുകൾ കുറയ്ക്കണം. അപ്പോൾ ഒരിക്കലും മരുന്നുകൾ സ്വയം കൺട്രോൾ ചെയ്യരുത്. മരുന്നുകൾ സ്വയം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്ലെയറപ്സ് ഉണ്ടാകാം. പിന്നെ ആ ഫ്ലെയറപ്സ് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ഡോസുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം കൺട്രോൾ ആയിക്കൊള്ളണമെന്നില്ല. പ്രഷറിനും ഷുഗറിനും പോലെയല്ല. പ്രഷറിനും ഷുഗറിനും അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും അതേ ഗുളികകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ SLEയിലൊക്കെ അങ്ങനെയല്ല. അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഗുളികകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. റെമിഷൻ അച്ചീവ് ചെയ്തു, അതിനുശേഷം ഗുളികകൾ കുറച്ച് കൊണ്ടുവന്ന് തീരെ ചെറിയ ഡോസിലെ മെയിൻ്റനൻസിൽ കണ്ടിന്യൂ ചെയ്ത് ഒരു അസുഖം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച ആളുകളാണെങ്കിൽ ഒരു നല്ല പ്രൊപ്പോർഷൻ ഓഫ് ആളുകളിൽ 2-3 വർഷത്തിന് മരുന്ന് നിർത്താനും നമുക്ക് സാധിക്കും.